പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 31. പ്രധാന വാർത്തകൾ. താപനിലയ്ക്കൊപ്പം തീപിടുത്തങ്ങളുടെ എണ്ണവും ഉയരുന്ന സാഹചര്യത്തിൽ കാരണങ്ങളും സുരക്ഷാ മാർഗങ്ങളും ഉണർത്തി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം. പാർപ്പിട തീപിടുത്തങ്ങളിലാണ് പ്രധാനമായും വർധനമുണ്ടായിട്ടുള്ളത്. ഇവിടെ സുരക്ഷ ഉറപ്പാക്കി ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. കഴിവതും വൈദ്യുതിയും ഗ്യാസും ഉപയോഗശേഷം ഓഫ് ചെയ്യുക. വാതിലുകൾ തുറക്കുന്നതിന് മുമ്പ് മറുഭാഗത്ത് തീയില്ലെന്ന് ഉറപ്പുവരുത്തുക. വീട്ടിൽ നിന്ന് എല്ലാ വ്യക്തികളെയും സാധ്യമാകുന്ന വേഗതയിൽ സുരക്ഷിതമായി ഒഴിപ്പിക്കുക. പ്രായമായവരെയും കുട്ടികളെയും പ്രത്യേക പരിഗണനാ ആവശ്യങ്ങളുള്ളവരെയും സഹായിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകുക. ശക്തമായി പുകയിൽ ശ്വാസം മുട്ടുന്നത് തടയാനായി നനഞ്ഞ തൂവാല കൊണ്ട് വായും മൂക്കും മൂടുക. എമർജൻസി എക്സിറ്റുകൾ ഉപയോഗിക്കുക. സാധ്യമെങ്കിൽ തീജ്വാലകളെ ചെറുക്കാനായി ഫയർ ബ്ലാങ്കറ്റ് പോലെ ലഭ്യമായ ഏതെങ്കിലും അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കുക. വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ വീണ്ടെടുക്കാനായി തീയുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുകയും ചെയ്യണമെന്ന് അധികൃതർ ഉണർത്തി. സുൽത്താൻ ഹൈതം സിറ്റിയുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് വാർഷികം ആഘോഷിച്ച് ഗാർഹിക നഗരാസൂത്രണ മന്ത്രാലയം. 2023 മെയ് 31 അൽബറക്ക കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ കാർമ്മികത്വത്തിലാണ് രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിക്കുന്നത്. തുടർന്ന് മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പിന്നാലെ നിർമ്മാണ പ്രവൃത്തികളും ആരംഭിച്ചു. അതിവേഗം മുന്നോട്ടു പോകുന്ന ഹൈതം സിറ്റി 2030 യാഥാർത്ഥ്യമാകുമെന്നാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുൽത്താൻ ഹൈതം സിറ്റിയുടെ പ്രാഥമിക നിർമ്മാണ പ്രവൃത്തികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. സ്ട്രാബാഗ് ഒമാൻ ആണ് പദ്ധതിയിലെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. സിറ്റിയിലെ റോഡുകൾ, വാദികൾ എന്നിവയും സിറ്റി സെൻട്രൽ പാർക്കിന്റെ ചുറ്റുഭാഗവും നിലമൊരുക്കുകയാണ് ഇപ്പോൾ ചെയ്തുവരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഏറെ സവിശേഷതകളോടെയാണ് സുൽത്താൻ ഹൈതം സിറ്റി പുതുമയാർന്ന തരത്തിൽ യാഥാർത്ഥ്യമാക്കുന്നത്. രാജ്യത്തെ യുവജനതയുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ സുസ്ഥിര നഗരങ്ങൾക്കുള്ള മാതൃകയായാണ് ഈ സ്മാർട്ട് സിറ്റി നിർമ്മിക്കുക. നിസ്വ കലാ കൈരളിയുടെ ആഭിമുഖ്യത്തിൽ അലോഷി പാടുന്നു എന്ന പേരിൽ സംഗീത നിശ സംഘടിപ്പിച്ചു. പരിപാടിയിൽ ഗസൽ മാന്ത്രികൻ അലോഷി സംഗീതത്തിന്റെ മാസ്മരിക ലോകം സൃഷ്ടിച്ചു. സംഗീതാസ്വാദകർ നെഞ്ചേറ്റിയ ഗാനങ്ങളുടെ നവീന ഭാവുകത്വം അലോഷിയുടെ മാന്ത്രിക ശബ്ദത്തിലൂടെ ഒഴുകിയെത്തിയപ്പോൾ തിങ്ങി നിറഞ്ഞ സദസ്സ് അലോഷിയോടൊപ്പം ഏറ്റുപാടി. അലോഷി ഇത് 2ാം തവണയാണ് ഒമാനിലെത്തുന്നത്. കലാകൈരളിക്ക് വേണ്ടി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷെരീഫ് പന്തളം അലോഷിക്ക് ഉപഹാരം നൽകി ആദരിച്ചു. ഫിനാൻസ് കൺവീനർ ഹരിദാസ് നന്ദി പറഞ്ഞു. പരിപാടി വൻ വിജയമാക്കി മാറ്റിയ മുഴുവൻ കലാസ്നേഹികളോടും നന്ദി അറിയിക്കുന്നതായി കലാകൈരളി ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 10+2 CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് റിസാല സ്റ്റഡി സർക്കിൾ മസ്കത്ത് സോൺ കമ്മിറ്റി ഉപഹാരങ്ങൾ സമ്മാനിച്ചു. 10ാം തരത്തിൽ ഉന്നത വിജയം നേടിയ ജുസൈറയ്ക്കുള്ള ഉപഹാരം RSC നാഷണൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി VM ഷരീഫ് സഅദി മന്നപ്പറ്റ കൈമാറി. സോൺ തല ഉദ്ഘാടനം നിർവഹിച്ചു. ആമിറാത്ത്, മത്ര, വാദി ഖബീർ, ദാർസെയ്ത്ത്, റൂവി എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള 30ലേറെ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വ്യത്യസ്ത കേന്ദ്രങ്ങളിലെ പരിപാടികളിൽ ചെയർമാൻ അജ്നാസ് സഖാഫി, ജനറൽ സെക്രട്ടറി റഷാദ് റൂവി, വിസ്ഡം സെക്രട്ടറി ഹമീദ് റൂവി, കലാലയം സെക്രട്ടറി ഖബീർ പുഴക്കര, സെക്രട്ടറിമാരായ നൌഷാദ്, ഷാനിബ്, ഷബീർ അലി എന്നിവർ നേതൃത്വം നൽകി. സയൻസ് ഇന്ത്യ ഫോറം ഒമാന്റെ വാർഷിക പരിപാടി ഇന്ന് നടക്കും. വാദി കബീർ ഇന്ത്യൻ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ് മുഖ്യാതിഥിയും സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ പ്രൊഫസർ ഖലീഫ അൽ ജാബ്രി വിശിഷ്ടാതിഥിയുമായിരിക്കും. വൈകുന്നേരം 5:30 മുതൽ 7:30 വരെ നടക്കുന്ന ആഘോഷത്തിൽ 16 വിദ്യാർത്ഥികൾക്ക് 2023-24 ശാസ്ത്ര പ്രതിഭാ പട്ടം നൽകും. ഒമാനിലുടനീളം 10,000-ത്തിലധികം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തമുണ്ടായ 2 തലത്തിലുള്ള ഓൺലൈൻ ടാലന്റ് സെർച്ചിലൂടെയാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. ഗ്രേഡ് 5 മുതൽ ഗ്രേഡ് 12 വരെയുള്ള 2 വിദ്യാർത്ഥികളെ 2023-24 വർഷത്തേക്ക് ശാസ്ത്ര പ്രതിഭയായി പ്രഖ്യാപിച്ചു. ബഹുരാഷ്ട്ര പേയ്മെന്റ് കാർഡ് സേവനങ്ങൾ നൽകുന്ന വിസ മിഡിൽ ഈസ്റ്റ് ഒരൊറ്റ കാർഡിൽ ഡെബിറ്റ്, ക്രെഡിറ്റ് സേവനങ്ങൾ അവതരിപ്പിക്കുന്നു. സെൻട്രൽ, ഈസ്റ്റേൺ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവയ്ക്കായുള്ള വാർഷിക വിസ പേയ്മെന്റ് ഫോറത്തിൽ പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പുറത്തിറക്കി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇടപാടുകൾക്ക് കാർഡുകൾ ഉപയോഗിക്കുന്ന രീതി സർവ്വസാധാരണമായി. ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇ-കൊമേഴ്സ്, സ്റ്റോർ ഷോപ്പിംഗ് എന്നിവ സജീവമായതോടെ തടസ്സമില്ലാത്ത പണക്കൈമാറ്റം പ്രദാനം ചെയ്യുന്നതിനാണിത്.
തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ മുദൈബ വിലായത്തിലെ പ്രകൃതി രമണീയമായ ഗ്രാമങ്ങളിൽ ഇത് മുന്തിരിയുടെ വിളവെടുപ്പ് കാലം. പ്രദേശത്തെ കർഷകരുടെ പ്രധാന കൃഷികളിൽ ഒന്നാണിത്. ജൂലൈ വരെ വിളവെടുപ്പ് തുടരും. പർവ്വതനിരകളുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിലാണ് മുന്തിരി കൂടുതലും വിളയുന്നത്. ഇവിടെ വിളയുന്ന കറുത്ത മുന്തിരി സ്വദേശികൾക്കൊപ്പം വിദേശികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. മുന്തിരി കൃഷി ഏറെ ശ്രമകരമായ ഒന്നാണെന്ന് ഇവിടുത്തെ കർഷകർ പറയുന്നു. പതിവായുള്ള ജലസേചനത്തിലും വളമിടലിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. ഒപ്പം മുന്തിരിവള്ളികൾ യഥാസമയം വെട്ടിയൊതുക്കുകയും വേണം. മുന്തിരിയും ഇവിടുത്തെ മറ്റു വിളകളും തന എന്ന് പ്രാദേശികമായി വിളിക്കുന്ന ലേലം വിളിയിലൂടെയാണ് വിളവെടുപ്പിന് നൽകുന്നത്. മുന്തിരിക്കൊപ്പം മാങ്ങയും പീച്ചുപഴങ്ങളും മാതള നാരങ്ങയും അത്തിപ്പഴവും ഒമാനിലെ തോട്ടങ്ങളിൽ വിളയുന്നുണ്ട്. ഇവയും പരമ്പരാഗത മാർക്കറ്റുകളിലാണ് കൂടുതലായി എത്തുന്നത്. മാങ്ങയുടെ വിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. തന എന്നറിയപ്പെടുന്ന പരമ്പരാഗത ലേലം കർഷകർക്കും ലേലം കൈക്കൊള്ളുന്നവർക്കും ലാഭകരമാണെന്ന് മേഖലയിലുള്ളവർ പറയുന്നു. 25 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലുള്ള മുന്തിരിവള്ളികൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ വീതമാണ് ലേലം നടത്തുക. ജൽബ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് 3 മുതൽ 4 വരെ മുന്തിരിമരങ്ങളാണ് ഉണ്ടാവുക. ഇന്ത്യൻ ഇസ്ലാമിക നാഗരികതയുടെ ചരിത്രം പറയുന്ന പ്രദർശനത്തിന് ദേശീയ മ്യൂസിയത്തിൽ തുടക്കമായി. കുവൈത്തിലെ ഹൗസ് ഓഫ് ഇസ്ലാമിക് ആൻറ്റിക്വിറ്റീസുമായി സഹകരിച്ചാണ് നാഷണൽ മ്യൂസിയം ഓർണമെന്റ് ദി സ്പ്ലെൻഡർ ഓഫ് ദി സുൽത്താൻസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു പ്രദർശനം നടത്തുന്നത്. സയ്യിദ മിയാൻ ബിൻത്ത് ഷിഹാബ് അൽ സഈദിൻ്റെ രക്ഷാകർതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന പരിപാടികൾ. ദേശീയ മ്യൂസിയം സെക്രട്ടറി ജനറൽ ജമാൽ ബിൻ ഹസൻ അൽ മൗസാവി ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച ഷെയ്ഖ് നാസർ സബാഹ് അൽ അഹമ്മദ് അൽ സബാഹ്, ഷെയ്ഖ ഹെസ സബാഹ് അൽ സലേം അൽ സബാഹ് എന്നിവരുടെ ശേഖരത്തിൽ നിന്നുള്ള 130-ലധികം അതുല്യവും വിശിഷ്ടവുമായ കലാരൂപങ്ങളാണ് മ്യൂസിയത്തിൽ പ്രദർശനത്തിനുള്ളത്. കൊത്തിയെടുത്ത രത്നങ്ങൾ, ആയുധങ്ങൾ, 1970-കളുടെ പകുതി മുതൽ ശേഖരിച്ച ആഡംബര ആഭരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് 16ഉം 18ഉം നൂറ്റാണ്ടുകളിൽ ഇവ ഉണ്ടാക്കിയ ഇന്ത്യൻ ജ്വല്ലറികളുടെ കഴിവുകൾ പ്രതിഫലിപ്പിക്കുന്ന ഈ ശേഖരം ലോകത്തിലെ പുരാതനവും ഇസ്ലാമികവുമായ കലകളുടെ ഏറ്റവും വിശിഷ്ടമായ ശേഖരങ്ങളിൽ ഒന്നാണ്. എക്സിബിഷൻ സെപ്റ്റംബർ 12 വരെ തുടരും. പൊതുജനങ്ങൾക്കും പ്രവേശനം അനുവദിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.